So, good evening all. നമ്മൾ ലാസ്റ്റ് ഡേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിനേഷന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 50 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? സോ നൗ വി ഷാൾ ഡിസ്കസ് അബൌട്ട് ദ റിമൈനിങ് 50 ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി നമ്മളൊരു അനാലിസിസ് ലാസ്റ്റ് ഡേ തന്നെ ചെയ്തായിരുന്നു. നൗ ലെറ്റ് സീ ദ എന്താണ് സൊല്യൂഷൻ ഫോർ ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 51 പവർ ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്ന്. ഇഫ് ദ ലാച്ചിങ് കറണ്ട് ഓഫ് എ തൈറിസ്റ്റർ ഈസ് 4 milliampere and the minimum width of the gate pulse required to completely turn on the thyristor shown in the figure എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ലാച്ചിങ് കറണ്ട് ഓഫ് ദ തൈറിസ്റ്റർ ഗിവൺ ആണല്ലേ. സോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ തൈറിസ്റ്റർ ഓൺ ആവണമെങ്കിൽ മിനിമം കറണ്ട് ടു ടേൺ ഓൺ ദ തൈറിസ്റ്റർ ഇസ് 4 milliampere. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു ഇൻഡക്ടർ വെച്ചിട്ടുണ്ട് അല്ലേ. സോ 4 milliampere കറണ്ട് റൈസ് ആയതിനു ശേഷം മാത്രമേ എനിക്ക് ഈ തൈറിസ്റ്ററിൽ അപ്ലൈ ചെയ്യുന്ന ഗേറ്റ് പൾസിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എത്ര നേരം ഞാൻ എൻ്റെ ഗേറ്റ് പൾസ് ഈ തൈറിസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്യണമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ അല്ലേ. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 100 ഈസ് ഈക്വൽ ടു L ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt എന്ന് നമുക്ക് ചെയ്യാം. ആക്ച്വലി എന്താണ്, വൺസ് തൈറിസ്റ്റർ ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ, അതായത് ആനോഡ് കറണ്ട്, ഇതാണ് നമ്മുടെ ആനോഡ് കറണ്ട് എന്ന് പറയുന്നത്. ഈ DI എന്ന് പറയുന്ന കറണ്ട് റൈസ് ചെയ്ത് 4 milliampere ആയി കഴിഞ്ഞാൽ ആവുന്ന വരെയുള്ള ഡ്യൂറേഷൻ, അത്രയും ഡ്യൂറേഷൻ നമ്മൾ പൾസ് വിട്ട് അപ്ലൈ ചെയ്യണമെന്നാണ് അല്ലേ. ഇതൊരു ബേസിക് ആയിട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്താണ് 100 ഈസ് ഈക്വൽ ടു L എത്രയാണ്, ഇറ്റ് ഈസ് 0.1 ഇൻറ്റു di/dt. di/dt എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് ഈസ് 4 milliampere ഡിവൈഡഡ് ബൈ പൾസ് വിഡ്ത്ത്. അതായത് എത്ര നേരം പൾസ് അപ്ലൈ ചെയ്യണം, അതായത് ആ ചേഞ്ച് ഇൻ കറണ്ട് എത്ര ഡ്യൂറേഷനിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ പൾസ് വിഡ്ത്ത് എന്താണ്, പൾസ് വിഡ്ത്ത് ഇസ് 0.1, താഴേക്ക് വരുമ്പം ദിസ് ഇസ് 1000 ഡിവൈഡഡ് ബൈ 4 milliampere ഡിവൈഡഡ് ബൈ 1000 അല്ലേ. സോ നമ്മുടെ പൾസ് വിഡ്ത്ത് എന്താണ്, ഇറ്റ് ഈസ് 4 milliampere ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എന്താണ് 4 microampere. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്, ഇറ്റ് ഈസ് 4 microampere. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ സൈൻ വേവ് ഫുൾ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എന്താണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പീക്ക് ടൈംസ് ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലേ. VM എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് VM sin ωt. ഇതൊരു ഹാഫ് ബ്രിഡ്ജ് ആയിരുന്നെങ്കിൽ, ഇതൊരു സിംഗിൾ ബ്രിഡ്ജിന് പകരം സെന്റർ ടാപ്പ് ആയിരുന്നുവെങ്കിൽ സെന്റർ ടാപ്പിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2VM അല്ലേ. സോ ഇത് ബ്രിഡ്ജ് ആണ്, ദ ആൻസർ ഇസ് VM. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഒപ്പാം ഹാസ് എ ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് 1000 ആൻഡ് CMRR ഓഫ് 100 decibel. ക്വസ്റ്റ്യൻ ഡെസിബലിലാണ് തന്നിരിക്കുന്നത്, CMRR. ആ ഒരൊറ്റ പോയിന്റ് മാത്രം നമ്മൾ നോട്ട് ചെയ്യാം. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഈസി ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും CMRR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറൻസ് മോഡ് ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. ഈ ക്വസ്റ്റിനകത്ത് ഡിഫറൻസ് ഗെയിൻ ഇസ് ഗിവൺ, CMRR ഇൻ ഡെസിബൽ ഇസ് ഗിവൺ അല്ലേ. CMRR ഇൻ ഡെസിബൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ആക്ച്വലി 20 log CMRR ഈസ് ഈക്വൽ ടു 100 ആണ് ഗിവൺ, ഈസ് ഈക്വൽ ടു 100. സോ log CMRR എന്താണ്, log CMRR ഇസ് 100 by 20 is 5. അങ്ങനെയാണെങ്കിൽ CMRRന്റെ വാല്യൂ ഈസ് 10 to the power 5. ഡിഫറൻസ് ഗെയിൻ എത്രയാണ്, ഇറ്റ് ഈസ് 10 to the power 4 അല്ലേ, 10 to the power 4. സോ കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡിഫറൻസ് മോഡ് ഗെയിൻ ബൈ CMRR. ഡിഫറൻസ് മോഡ് ഗെയിൻ എത്രയാകുന്നു, ഇറ്റ് ഈസ് 10 to the power 4. CMRR എത്രയാണ്, ഇറ്റ് ഈസ് 10 to the power 5. സോ ആൻസർ എന്താണ്, ആൻസർ ഈസ് 0.1. ആൻസർ എന്താണ്, ഇറ്റ് ഈസ് 0.1. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ ഒപ്പാം. ഐഡിയൽ ഒപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കെല്ലാം അറിയാം അല്ലേ. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പക്ഷേ ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ്. ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ്. ബാക്കി സ്ലൂ റേറ്റ്, ബാൻഡ് വിഡ്ത്ത്, CMRR ഇതെല്ലാം നമുക്കറിയാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി.
The output of an op-amp increase 8 volt in 14 microsecond. അങ്ങനെയാണെങ്കിൽ സ്ലൂ റേറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സ്ലൂ റേറ്റ് എന്താണ്? സ്ലൂ റേറ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല തന്നെ ഉണ്ട് അല്ലേ? എന്താണ് സ്ലൂ റേറ്റിന്റെ ഫോർമുല? സ്ലൂ റേറ്റ് ഇസ് നത്തിങ് ബട്ട് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് സപ്പോർട്ടഡ് ബൈ ദ op-amp. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട്, ഇത് തന്നെയാണ് ബേസിക്കലി സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? ഇറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ 14 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 7. 4 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് അറൌണ്ട് 0.57 എന്ന് കിട്ടും. സോ ദ ഔട്ട്പുട്ട് ഓഫ് ആൻ op-amp ഇൻക്രീസസ് ബൈ ഇത്രയാണെങ്കിൽ ദ സ്ലൂ റേറ്റ് ഇസ് ഗോയിങ് ടു ബി 0.57. നെക്സ്റ്റ് കൺട്രോൾ സിസ്റ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഗിവൺ ആണ്. ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഗിവൺ ആണെങ്കിൽ ഇതിനകത്ത് ഈ ബ്ലോക്ക് ഡയഗ്രാമിന്റെ റെഡ്യൂസ്ഡ് ഫോം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരുപാട് മെത്തേഡിൽ ഇത് ചെയ്യാം. ഒന്നെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എന്താണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് മെത്തേഡ് യൂസ് ചെയ്യാം. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ഒബ്സർവേഷൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ദിസ് ഇസ് ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. സോ ജസ്റ്റ് ഓപ്ഷനിൽ നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എഴുതുകയാണെങ്കിൽ ഫോർവേഡ് പാത്ത് നോക്കണം അല്ലേ. എന്തൊക്കെയാണ്? G1 G2 G3 പ്ലസ് G1 G2 G4, ഇത് രണ്ടുമാണ് ഫോർവേഡ് പാത്ത്. സോ ഇത് രണ്ടും വരുന്ന ഏതൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബിയും സിയും ഡി ആണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പാത്ത് എന്തൊക്കെയായിരിക്കും? ഹിയർ ഐ എം ഹാവിങ് എ ലൂപ്പ്, അതോടൊപ്പം തന്നെ ഹിയർ ഐ എം ഹാവിങ് എ ലൂപ്പ്, അതോടൊപ്പം തന്നെ ഹിയർ ഐ എം ഹാവിങ് അനദർ ലൂപ്പ്. സോ ടോട്ടലി 3 ലൂപ്പ് ഉണ്ട്. അകത്തെ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - G1 G2 H1 എന്ന് വരും. പുറത്തെ 2 ലൂപ്പും പ്ലസ് വരും, കാരണം അകത്തെ ലൂപ്പിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് 1 - എന്ന് വരും. പുറത്തെ ലൂപ്പും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് 1+ എന്ന് വരും. സോ നിങ്ങൾ നോക്കുക, മൊത്തത്തിൽ 3 ഫീഡ്ബാക്ക് ആണ് ഉള്ളത്. നോൺ ടച്ചിങ് ലൂപ്പ് ഗെയിൻസിന്റെ പ്രസൻസും ഇല്ല. സോ നിങ്ങൾ ഓപ്ഷൻ ബി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഡിനോമിനേറ്ററിൽ, അതായത് ഫീഡ്ബാക്ക് പാത്തിൽ G3 + G4ഉം ഈ ന്യൂമറേറ്ററിലെ G3 + G4ഉം ക്യാൻസൽ ആവും അല്ലേ. ഇത് ടോട്ടൽ G ആണ്, ഇത് ടോട്ടൽ H ആണ്. സോ ഡിനോമിനേറ്ററിൽ G ഡിവൈഡഡ് ബൈ 1 + GH ചെയ്യുമ്പോൾ, അതായത് G ഡിവൈഡഡ് ബൈ 1 + GH ചെയ്യുമ്പോൾ ഈ G3 + G4 എന്ന് പറയുന്ന ടേം ക്യാൻസൽ ആയി പോകും. സോ ഡിനോമിനേറ്ററിൽ മൊത്തത്തിൽ 1 + G1 G2 ഇൻറ്റു G3 + G4 ഇൻറ്റു H2 - H1 എന്നാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് എക്സാക്ട് ആൻസർ എന്ന് മനസ്സിലാവും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the above signal flow graph, there are dash number of combinations of 2 non-touching loops. So non-touching loops in the combinations എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശരി, നോക്കിക്കളയാം. ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുക. G1 H1 ഇസ് എ ലൂപ്പ് അല്ലേ. ദ മേളിൽ ഇപ്പോൾ തന്നെ ഒരു ലൂപ്പ് ഇവിടെ കാണാം, G5 × H4. സോ G5 × H4ഉം ഈ തന്നേക്കണ 3ഉം തമ്മിൽ എന്തായാലും ഒരു എന്താണ് നോൺ ടച്ചിങ് പെയർ ഫോം ചെയ്യും. Combination of 2 non-touching loops. So G5H4 and G1H1 is a combination. G5H4 and G2H2 is a combination. G5H4 and G3H3 is a combination. So ഇപ്പോൾ തന്നെ നമുക്ക് 3 കോമ്പിനേഷൻ കിട്ടി. അത് കൂടാതെ നമ്മുടെ ഈ ഫോർവേഡ് പാത്ത്, അതായത് G1 G2 G3 G4 എന്ന് പറയുന്ന ഈ ഫോർവേഡ് പാത്ത് ഒബ്സർവ് ചെയ്താൽ we have G1H1 and G3H3. So these two are എന്താണ് another non-touching loop gains. So totally G5H4ഉമായിട്ട് കോമൺ വരുന്ന 3 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഫോർവേഡ് പാത്ത് ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ G1 G2 G3 G4 എന്ന് പറയുന്ന ഫോർവേഡ് പാത്തിനകത്ത് G1H1ഉം G3H3 എന്ന് പറയുന്ന ലൂപ്പ് നോൺ ടച്ചിങ് ആണ്. സോ വി ഹാവ് എ ടോട്ടൽ കോമ്പിനേഷൻ ഓഫ് 4 നോൺ ടച്ചിങ് ലൂപ്പ് ഗെയിൻസ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരി, എ സിസ്റ്റം പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ആൻ ഔട്ട്പുട്ട് ഗിവൺ ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. സോ ഞാനൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം, ഇറ്റ് ഈസ് 1/s. ഞാൻ 1/s ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു സിസ്റ്റത്തിന് കൊടുത്തപ്പോൾ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ 1/s അല്ലേ, കാരണം ഫ്രീക്വൻസി ഡൊമൈൻ ആണ്. സോ ഔട്ട്പുട്ട് ഈസ് ഗിവൺ. സോ ഔട്ട്പുട്ട് ഈസ് നത്തിങ് ബട്ട് 1/s × 12 ഡിവൈഡഡ് ബൈ സംതിങ് അല്ലേ. So output is given as 1/s into അല്ലേ, 1/s into 12 divided by s² plus 5s plus 4. ഇതാണ് നമ്മളുടെ given output എന്ന് പറയുന്നത്. So it is nothing but input into transfer function. Question ഇതാണ്, the nature of response.
nature of response കിട്ടണമെങ്കിൽ we have to take the transfer function outside. A square plus 5s plus 4. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ഡാമ്പിംഗ് ആണെന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്ഷൻ നോക്കുക, വാട്ട് ഇസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് ഇതൊരു സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ കെ ഇൻറ്റു ഒമേഗ ഇൻ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതിയാൽ ഒമേഗ ഇൻ സ്ക്വയർ എന്താണ്, അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ സ്ക്വയർ ഇസ് 4 വിച്ച് ഇംപ്ലൈസ് ഒമേഗ ഇൻ ഇസ് ഈക്വൽ ടു 2. അതോടൊപ്പം തന്നെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2 ഇൻറ്റു സീറ്റ ഇൻറ്റു ഒമേഗ എൻ ഇസ് ഈക്വൽ ടു എത്രയാണ്, ഇറ്റ് ഇസ് 5. That is 2 into theta into 2 is equal to 5, which implies theta equal to 5 by 4. Theta is equal to 5 by 4 is a value greater than 1. So, അതുകൊണ്ട് തന്നെ we can say it is an overdamped system. System is an overdamped system. Next question. The peak time is equal to 3 seconds. ഏതൊരു സിസ്റ്റത്തിന് ഒരു ഇൻപുട്ട് കൊടുത്തപ്പോൾ, ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തപ്പോൾ we have a peak time 3. അങ്ങനെയാണെങ്കിൽ ദ ഡാമ്പിംഗ് ഫ്രീക്വൻസി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, പീക്ക് ടൈം ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ എന്താണ്, ഡാമ്പിംഗ് ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇംപ്ലൈസ് ഡാമ്പിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പൈ ഡിവൈഡഡ് ബൈ പീക്ക് ടൈം. പൈ ഈസ് നത്തിങ് ബട്ട് 3.14 ഡിവൈഡഡ് ബൈ പീക്ക് ടൈം അല്ലേ. പീക്ക് ടൈം എന്താണ്, ഇറ്റ് ഈസ് 3. So, it gives a value slightly greater than 1. ചെയ്യുമ്പോൾ you will be getting answer as option B. Option B 1.05. Okay, next question. ഒരു സിസ്റ്റത്തിന് ഒരു G of S തന്നിട്ടുണ്ട്. യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. We are supposed to find the position error coefficient. KP കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. KP എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല അഗെയിൻ എന്താണ്, ലിമിറ്റ് S tends to 0 G into H. ഇതാണ് നമ്മുടെ G. ദിസ് ഇസ് അവർ G. H is യൂണിറ്റി. സോ നമുക്ക് എന്താ അറിയാം, ഡയറക്റ്റ് ലിമിറ്റ് S tends to 0 ഇടുക. ഇതിനകത്ത് S tends to 0 ഇട്ടാൽ എന്ത് സംഭവിക്കുന്നു, 40 ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 20S പ്ലസ് 5. S tends to 0 മീൻസ് ഇത് രണ്ടും 0 ആവും. 40 ഡിവൈഡഡ് ബൈ 5 ഈസ് എന്താണ്, 8. സോ നമുക്ക് KP എന്ത് കിട്ടി, പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് ഈസ് എന്താണ്, 8. Next question. The open loop transfer function of a unity feedback control system is given. ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഫംഗ്ഷൻ ഈസ് ഹാവിംഗ് പോൾസ് അറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഇതാണ്. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഈസ് ഗിവൺ ബൈ G ഡിവൈഡഡ് ബൈ 1 പ്ലസ് G. യൂണിറ്റി ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. സോ ദാറ്റ് ഇംപ്ലൈസ് H ഈസ് ഈക്വൽ ടു 1. സോ G ഡിവൈഡഡ് ബൈ 1 പ്ലസ് G ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 6S പ്ലസ് 10 എന്ന് വരും. ഇനി എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് അല്ലേ. സിമ്പിൾ. ഇതിനെ സോൾവ് ചെയ്യുക എന്താണ്, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC ഡിവൈഡഡ് ബൈ 2A. മൈനസ് 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 4 അല്ലേ ഡിവൈഡഡ് ബൈ 2A. മൈനസ് 6 പ്ലസ് ഓർ മൈനസ് 2I ഡിവൈഡഡ് ബൈ 2 is equal to എന്താണ്, മൈനസ് 3 പ്ലസ് ഓർ മൈനസ് I. ആൻസർ ഈസ് ഓപ്ഷൻ സി. എന്താണ് ആൻസർ ഈസ് മൈനസ് 3 പ്ലസ് ഓർ മൈനസ് I. നെക്സ്റ്റ് ഇസ് ഇൻ ടൈപ്പ് 1 സിസ്റ്റം ദ വെലോസിറ്റി ലാഗ് എറർ ഇസ്, അതായത് KV എന്താണെന്നാണ്. KV അല്ല, വെലോസിറ്റി ലാഗ് എറർ. അതായത് ഒരു ടൈപ്പ് 1 സിസ്റ്റത്തിന് ഞാനൊരു ഇൻപുട്ട് കൊടുത്തപ്പോൾ ഐ എം ഹാവിങ് എൻ എറർ. അപ്പോൾ എന്ത് ഇൻപുട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം, റാമ്പ് ഇൻപുട്ട് ആയിരിക്കും അല്ലേ. ആ റാമ്പ് ഇൻപുട്ട് കൊടുത്തപ്പോൾ ആ എറർ ഉണ്ട്. ആ എറർ ഗെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഇൻ എ ടൈപ്പ് 1 സിസ്റ്റം എറർ വന്നു മീൻസ് എന്താണ്, ഇറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എന്താണ്, 1 ഡിവൈഡഡ് ബൈ K വെലോസിറ്റി എറർ അല്ലേ, 1 ഡിവൈഡഡ് ബൈ KV, 1 ഡിവൈഡഡ് ബൈ KV. സോ അങ്ങനെയാണെങ്കിൽ KV എന്താണ്, KV ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു K തന്നെയായിരിക്കും. കാരണം KV is equal to limit S tends to 0 S into GH. S into GH. It is directly proportional to gain constant, inversely proportional to gain constant. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ Gന്റെ കൂടെ വരുന്ന Kനെയാണ്. സോ എന്താണ്, അൾട്ടിമേറ്റ്ലി എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് K ആണെന്ന് പറയാം. സോ എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗെയിൻ കോൺസ്റ്റന്റ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ റൗത്ത് ക്രൈറ്റീരിയ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക,
ഇതിനകത്ത് ഓപ്ഷൻ സി, അതായത് ഓപ്ഷൻ സി അല്ല, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ. നമുക്കറിയാം റൂത്ത് ക്രൈറ്റീരിയയിൽ നിന്നും ഒരു സിസ്റ്റം അൺസ്റ്റേബിൾ ആണെങ്കിൽ എത്ര പോൾസ് RHSൽ പ്രസൻ്റ് ആണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. പക്ഷേ വാല്യൂസ് ഓഫ് അൺസ്റ്റേബിൾ റൂട്ട്സ്, RHSൽ ഒരു റൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ റൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫ്രം റൂത്ത് ക്രൈറ്റീരിയ. റൂത്ത് ക്രൈറ്റീരിയയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 എന്തായാലും വരത്തില്ല. ഓപ്ഷൻ 3 ഈസ് എ റോങ് ആൻസർ. കാരണം നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ ഈസിയാണ്, വാല്യൂ ഓഫ് അൺസ്റ്റേബിൾ റൂത്ത് ക്രൈറ്റീരിയ തരത്തില്ല. സോ 3 ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. അപ്പോൾ തന്നെ നമുക്ക് കിട്ടും ആൻസർ ഈസ് ഓപ്ഷൻ എ, ബോത്ത് 1 and 2. 1 and 2 നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് സൗണ്ട്സ് ഗുഡ്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ദി എഫക്റ്റ് ഓഫ് ആഡിങ് പോൾസ് ആൻഡ് സീറോസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ക്വിക്ലി ബൈ. ആൻസർ ഈസ് എന്താണ്? ബോർഡേ പ്ലോട്ട് തന്നെയാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. എനിക്ക് തോന്നുന്നു നമ്മുടെ ആൻസർ കീഴിനകത്ത് റൂട്ട് ലോക്കസ് പറഞ്ഞിട്ടുണ്ടെന്ന്. ദ കറക്റ്റ് ആൻസർ ഈസ് ആക്ച്വലി ബോർഡേ പ്ലോട്ട്. ബോർഡേ പ്ലോട്ട് തന്നെയാണ് എന്താണ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി. കാരണം ബോർഡേ പ്ലോട്ടിനകത്ത് നമ്മൾ പോൾസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഗെയിൻ പ്ലോട്ടും ഫേസ് പ്ലോട്ടും കറസ്പോണ്ടിംഗ്ലി മാറുന്നത് നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. സോ ആൻസർ ഈസ് ബോർഡേ പ്ലോട്ട്. 65, ദ നൈക്വിസ്റ്റ് പ്ലോട്ട് ഈസ് ഗിവൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗെയിൻ മാർജിൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗെയിൻ മാർജിൻ? സോ ഗെയിൻ മാർജിൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നൈക്വിസ്റ്റ് പ്ലോട്ടിൽ നിന്നും ഗെയിൻ മാർജിൻ മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഗെയിൻ ദാറ്റ് ക്യാൻ ബി ആഡഡ് ടു എ സിസ്റ്റം സോ ദാറ്റ് ദ സിസ്റ്റം വിൽ ജസ്റ്റ് ടേൺ അൺസ്റ്റേബിൾ. അതാണ് ഗെയിൻ മാർജിൻ. ഈ സിസ്റ്റത്തിൽ ഇനി എത്ര ഗെയിൻ ആഡ് ചെയ്താൽ അൺസ്റ്റേബിൾ ആവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ എത്രയാണ് നമ്മുടെ ഗെയിൻ മാർജിൻ? ശ്രദ്ധിക്കുക, നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നൈക്വിസ്റ്റ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് റിയൽ പാർട്ട്, അതായത് ഈ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട് നെഗറ്റീവ് ആവുന്നു, അറ്റ് ദ സെയിം ടൈം ഇമാജിനറി പാർട്ട് ഇല്ല. ദാറ്റ് മീൻസ് ആംഗിൾ ഈസ് 180 ഡിഗ്രി. സോ ആംഗിൾ ജി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആവുന്ന ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ഗെയിൻ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്ട് ഈസ് ദ ഗെയിൻ ഓഫ് ദ സിസ്റ്റം അറ്റ് ദ പോയിന്റ് വെൻ ദ സിസ്റ്റം ഈസ് ക്രോസിംഗ് ദ ഫേസ് എന്ന് കിട്ടും. 1 divided by that gain will give you the gain margin. അതായത് how much of gain that can be added to the system. അതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ശ്രദ്ധിക്കുക, അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താണ് റിലേറ്റീവ് സ്റ്റെബിലിറ്റി സ്റ്റഡീസ് എപ്പോഴും എന്താണ് ഫ്രീക്വൻസി ഡൊമൈൻ അപ്രോച്ചിൽ പഠിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഫ്രീക്വൻസി അപ്രോച്ചാണ് ശരിക്കും റിലേറ്റീവ് സ്റ്റെബിലിറ്റിക്ക് സ്റ്റഡി നടത്താൻ ഏറ്റവും ഈസി. സോ ശ്രദ്ധിക്കാം, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഗെയിൻ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഫേസ് ക്രോസ് ചെയ്യുന്ന പോയിന്റിലെ ഗെയിൻ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് -0.3. 1 by എന്താണ് ദിസ് വാല്യൂ മോഡുലസ് ഓഫ് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ 1 by മോഡുലസ് ഓഫ് എക്സ് വിൽ ഗീവ് യു ദ വാല്യൂ ഓഫ് ഗെയിൻ മാർജിൻ. എത്രയാണ് ആൻസർ? ആൻസർ ഈസ് 3.33. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 3.33. നെക്സ്റ്റ്, ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ഈസ് ഓൾസോ കാൾഡ്. ആൻസർ ഈസ് സെൽഫ് കമ്മ്യൂട്ടേഷൻ. നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ബി ഒക്കെ. കോംപ്ലിമെന്ററി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ക്ലാസ് സി ആണ്. സോ നമുക്ക് അതിനോട്ടൊന്നും പോകണ്ട. നമ്മുടെ ആൻസർ ഈസ് എന്താണ്? ക്ലാസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫ്രീ വീലിംഗ് ഡയോഡ്സ്. ഫ്രീ വീലിംഗ് ഡയോഡ്സിനെ പറ്റി നമ്മൾ പവർ ഇലക്ട്രോണിക്സിന്റെ കൺവേർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഫ്രീ വീലിംഗ് ഡയോഡ്സിനെ പറ്റിയുള്ള ഡിസ്കഷൻ ആണ് അല്ലേ. സോ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ വിൽ ബി ഇംപ്രൂവ്ഡ്, ലോഡ് കറണ്ട് വേവ് ഫോം ഈസ് ഓൾസോ ഇംപ്രൂവ്ഡ്. കാരണം ഫ്രീ വീലിംഗ് ഡയോഡ് ഇല്ലാത്ത കേസിൽ എന്താണ് ദെയർ വിൽ ബി സീവിയർ സ്പാർക്കിംഗ്. സോ അതുകൊണ്ട് ലോഡ് കറണ്ട് വേവ് ഫോമും ആക്ച്വലി ഇംപ്രൂവ് ആവുന്നുണ്ട്. ആൻഡ് ബെറ്റർ ലോഡ് പെർഫോമൻസ്. സോ ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ്, സ്റ്റെപ്പ് അപ്പ് ചോപ്പറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഹാസ് എൻ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 200. കണ്ടക്ഷൻ ടൈം ഓഫ് ഈസ് 300 മൈക്രോസെക്കൻഡ്. സോ ടി ഓൺ ഇസ് ഗിവൺ. എന്താണ്? ഇറ്റ് ഈസ് 300 മൈക്രോസെക്കൻഡ്. ഔട്ട്പുട്ട് വോൾട്ടേജ് 600. സോ അതുകൊണ്ട് തന്നെ 200 divided by 1 minus alpha equal to 600. From that we can get the value of alpha. Alpha എന്താണ്? 1 minus alpha is 1 by 3. So alpha is 2 by 3. Alpha എന്ന് പറഞ്ഞാൽ T on. So T on is 300 by total time. So total time in the 2% 300. So total time is actually 450 എന്ന് കിട്ടും. That means T off is 150. Just നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ. Next, if the pulse width is halved for constant frequency operation, pulse in the width can half ആക്കി. That means my T on is reduced to half. T
ടി ആണ് 150 ആയി, കേസ് 2ൽ 150 മൈക്രോ സെക്കൻഡ്സ്. ഫ്രീക്വൻസി ഈസ് സെയിം, അതായത് ടോട്ടൽ ടൈം 450 ഈസ് സെയിം. അങ്ങനെയാണെങ്കിൽ ന്യൂ കേസിനകത്ത് ആൽഫ എന്താണ്? ടി ഓൺ ഇസ് 150, ടോട്ടൽ ടൈം ഇസ് 450. സോ ഇറ്റ് ഈസ് ന്യൂ ആൽഫ ഈസ് 1/3. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഇൻ ദിസ് കേസ് എന്താണ്? സപ്ലൈ വോൾട്ടേജ് ഇസ് 200 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3. ദാറ്റ് ഈസ് 200 ഡിവൈഡഡ് ബൈ 2/3. ദാറ്റ് ഈസ് 200 ഇൻറ്റു 3/2. ദാറ്റ് ഈസ് 600/2 വിച്ച് ഈസ് ഈക്വൽ ടു 300. സോ ഇതാണ് നമ്മളുടെ ആൻസർ. ആൻസർ ഈസ് എന്താണ്? 300. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു SCRൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്താൽ മതി. കുറച്ച് പ്രോസസ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. കുറച്ചൊരു ലെങ്തി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പവർ സിസ്റ്റത്തിനകത്ത് മറ്റേ 7 സ്ട്രാൻഡ് വരുന്ന കണ്ടക്ടർ പോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നിങ്ങൾ ചെയ്യുക. ഈക്വലൈസിങ് റെസിസ്റ്റൻസ് ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, നമുക്കൊരു തൈരിസ്റ്റർ ഉണ്ട്. ആ തൈരിസ്റ്ററിൻ്റെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? 5 ആംപിയർ ആണ്. ഓക്കെ, സോ ഞാനൊരു ഈക്വലൈസിങ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ക്യാരീസ് എ കറണ്ട് I minus 5 ആംപിയർ. എഗെയിൻ I ആംപിയർ ഇവിടെ വരും. സോ ദർ ഈസ് അനദർ തൈരിസ്റ്റർ. ആ തൈരിസ്റ്റർ ക്യാരി ചെയ്യുന്ന കറണ്ട് ഈസ് 9 ആംപിയർ ആൻഡ് ഐ ഹാവ് ടു കണക്ട് ആൻ ഈക്വലൈസിങ് റെസിസ്റ്റർ വിച്ച് ക്യാരീസ് I minus 9 ആംപിയർ. അതോടൊപ്പം തന്നെ വി ഹാവ് എ തേർഡ് തൈരിസ്റ്റർ ആൻഡ് വി ഹാവ് ആൻ ഈക്വലൈസിങ് റെസിസ്റ്റർ. സോ തേർഡ് തൈരിസ്റ്ററിന് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 11 ആണ്. ഈക്വലൈസിങ് റെസിസ്റ്റർ എല്ലാത്തിൻ്റെയും ഈക്വലൈസിങ് റെസിസ്റ്റർ 6 ആണ്. ദാറ്റ് ക്യാരീസ് എ കറണ്ട് എന്താണ്? I minus 11. ദാറ്റ് ക്യാരീസ് എ കറണ്ട് എന്താണ്? I minus 11. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കാരണം I minus 5 ഇൻറ്റു R പ്ലസ് I minus 9 ഇൻറ്റു R പ്ലസ് I minus 11 ഇൻറ്റു R വിച്ച് ഗിവ് യു ദ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ്. അവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് ആണ്, എന്ന് പറഞ്ഞാൽ 300 വോൾട്ട്. സോ 300 വോൾട്ട് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 15 ohms എന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് ദ ഫൈനൽ ആൻസർ 15 ohms. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്നബ്ബർ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് വിത്ത് തൈരിസ്റ്റേഴ്സ് ടു. സ്നബ്ബർ സർക്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. വൈ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് സ്നബ്ബർ സർക്യൂട്ട്. ഇതൊരു തൈരിസ്റ്റർ പ്രൊട്ടക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ടു ലിമിറ്റ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ്. ഓപ്ഷൻ ബി. റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് di/dt പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീരീസ് ഇൻഡക്ടർ ഇടുന്നു. ഗേറ്റ് സർക്യൂട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്? ഗേറ്റിന് അക്രോസ് റെസിസ്റ്ററോ അല്ലെങ്കിൽ നമ്മൾ അതിന് അക്രോസ് ഒരു സെനറോ നമ്മൾ പുട്ട് ചെയ്യുന്നു. ടേൺ ഓൺ ദ തൈരിസ്റ്റർ അറ്റ് എ വോൾട്ടേജ് ലെസ് ദാൻ ദ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിന് നമുക്ക് എന്താണ്? സീരീസ് ആയിട്ട് റെസിസ്റ്ററോ എല്ലാം കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് മെഷർമെൻറ്റ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്വാഡാഗ് കോട്ടിംഗ് ഇൻ എ CRO ഈസ് യൂസ്ഡ് ടു കളക്ട്. അക്വാഡാഗ് കോട്ടിംഗ് എന്തിനാണ്? അക്വാഡാഗ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതായത് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മുടെ ഗ്രിഡിൽ നിന്നും ഇലക്ട്രോൺ സെൻഡ് ചെയ്യപ്പെടും. ആ ഇലക്ട്രോണിനെ ആക്സലറേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലൂടെ പ്രോപ്പർ ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇലക്ട്രോൺ വിൽ സ്ട്രൈക്ക് ദ സ്ക്രീൻ അല്ലേ. സ്ക്രീനിന് കറക്റ്റായി പോയിട്ട് സ്ട്രൈക്ക് ചെയ്യും. സോ അവിടെ പോയി സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് അയനൈസേഷൻ നടന്ന് സെക്കൻഡറി ഇലക്ട്രോൺസ് അവിടെ നിന്ന് എമിറ്റ് ചെയ്യും. ആ സെക്കൻഡറി ഇലക്ട്രോൺസിനെ അബ്സർവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു എന്താണ് ഡിസ്പ്ലേക്ക് ചെറിയ എറേഴ്സ് വേരിയേഷൻസ് വരാം. സോ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്രാഫൈറ്റ് യൂസ് ചെയ്തിട്ട് CROൻ്റെ സ്ക്രീനിൻ്റെ ഇന്നർ ഫേസ് നമ്മൾ കോട്ട് ചെയ്യും. അതിനെയാണ് ഈ അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്രാഫൈറ്റ്, അതിനെയാണ് നമ്മൾ അക്വാഡാഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺസ്. നെക്സ്റ്റ്, ദ സ്വീപ്പ് ജനറേറ്റർ ഓഫ് എ CRO ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ്. എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്തിനാണ് നമ്മൾ സ്വീപ്പ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്? എ സോടൂത്ത് വോൾട്ടേജ് ഫോർ ഹോറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം അല്ലേ. സോ ഹോറിസോണ്ടലി നമുക്ക് ഇലക്ട്രോൺ ബീമിനെ ഡിഫ്ലക്ട് ചെയ്യണം. ഇനി വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റിൽ ഒരു വോൾട്ടേജ് വരുമ്പോൾ ദാറ്റ് വോൾട്ടേജ് വിൽ ഇൻക്രീസ് ദ ഡിഫ്ലക്ഷൻ ഓൺ ദ വെർട്ടിക്കൽ സൈഡ്. ഓക്കെ, വിൽ ഇൻക്രീസ് ദ ഡിഫ്ലക്ഷൻ ഓൺ ദ വെർട്ടിക്കൽ സൈഡ്. സോ ആൻസർ ഇസ് എന്താണ്? ഓപ്ഷൻ എ. Next question, a moving coil ammeter has a uniform scale with 100 divisions and gives full scale reading of 10 ampere. ഒരു അമ്മീറ്ററിൻ്റെ കഥയാണ്. ഇറ്റ് ഈസ് ഹാവിങ് എ യൂണിഫോം സ്കെയിൽ ഓഫ് 100 ഡിവിഷൻ. സോ മൊത്തത്തിൽ 100 ഡിവിഷൻ ഉണ്ട്. 100 ഡിവിഷൻ കൊണ്ട് നമ്മൾ 10 ആംപിയർ ആണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഒരു ഡിവിഷൻ എന്താണ്? ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോൾ 10 ആംപിയർ ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്?
It is 0.1. 0.1 ആണ് ഒരു ഡിവിഷൻ. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ക്യാൻ റീഡ് അപ് ടു 1/5 ഓഫ് എ സ്കെയിൽ ഡിവിഷൻ. അതായത് ഈ ഡിവിഷന്റെ 1/5 ആവുമ്പോഴാണ് ഇൻസ്ട്രുമെന്റ് അനങ്ങുന്നത്. ഇൻസ്ട്രുമെന്റ് ക്യാൻ റീഡ് 1/5 ഓഫ് എ സ്കെയിൽ ഡിവിഷൻ വിത്ത് എ ഫെയർ ഡിഗ്രി ഓഫ് സർട്ടനിറ്റി. അതായത് ഈ ഒരു 0.1 ആംപിയറിന്റെ 1/5 ആണ് ശരിക്കും പറഞ്ഞ റെസൊല്യൂഷൻ, ദ സ്മോളസ്റ്റ് ചേഞ്ച് ദാറ്റ് ക്യാൻ അക്കർ. സോ 0.1 ഡിവൈഡ് ബൈ 5 ഈസ് 0.02 ആംപിയർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് നമ്മുടെ എന്താണ് സിഗ്നൽസിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ഹാസ് മെമ്മറി? മെമ്മറി ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസന്റ് ഇൻപുട്ട് ആൻഡ് സം അതർ ഇൻപുട്ട്. അതിനാണ് മെമ്മറി ഉള്ള സിസ്റ്റം. സോ ഈ കേസ് നോക്കുക, ഈ കേസിനകത്ത് സിസ്റ്റത്തിന് മെമ്മറി ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. കാരണം ടൈം ടി ഈസ് ഈക്വൽ ടു 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ y of 1 ഡിപ്പെൻഡ്സ് അപ്പോൺ x of 1 ആൻഡ് x of 0. സോ ദ സിസ്റ്റം ഷുഡ് ഹാവ് മെമ്മറി. മുന്നേ എന്ത് വന്നു എന്നുള്ള ഡേറ്റ സിസ്റ്റത്തിനകത്ത് പ്രസന്റ് ആയിരിക്കണം. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, a signal has a spectrum ranging from 0 to 15 kilohertz is sampled to a converted discrete form. What is the minimum number of samples per second that must be taken to ensure the recovery? What is the minimum number of samples per second that must be taken to ensure the recovery? Easy, direct question again. കാരണം എന്താണ്? സിഗ്നലിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് തന്നിട്ടുണ്ട് 0 to 15 kilohertz. സോ മാക്സിമം ഫ്രീക്വൻസി കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 15 kilohertz. സാമ്പിളിംഗ് ഫ്രീക്വൻസി അക്കോർഡിംഗ് ടു നൈക്വിസ്റ്റ് റേറ്റ് എന്താണ്? മിനിമം ഷുഡ് ബി 2 times FM എന്ന് പറഞ്ഞാൽ എന്താണ്? 30 kilohertz. 30 kilohertz means 30,000 samples per second. Answer is option B. Answer എന്താണ്? Without any doubt, it is option B. Next, determine the fundamental period of the following signal. ഈ സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്കറിയാം ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് A cos 2pi by capital N into small n, where capital N is the fundamental period. So നമുക്ക് by observation 0.2 into pi എന്ന് പറയുന്നതാണ് 2pi by capital N, which implies capital N is equal to 2 divided by 0.2, which is equal to 10. So നമുക്ക് fundamental period of the following signal എന്താണ്? Answer is option A. A system is described by ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലേ? ഒരു സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ആണ് given by g of n into x of n. Which of the following is correct for the system? ഈ സിസ്റ്റത്തിൽ എന്താണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും കറക്റ്റ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ? സിസ്റ്റം ഷുഡ് ബി മെമ്മറിലെസ് അല്ലേ? എക്സ് ഓഫ് എൻ ഇൻറ്റു ജി ഓഫ് എൻ വേറെ ഒരു ടൈം ഇൻസ്റ്റൻറ്റിലെയും അതേ രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ആൻ ഇൻപുട്ട് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജി ഓഫ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ. സോ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ദാറ്റ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ജസ്റ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് ആൻഡ് സം ഫംഗ്ഷൻ ജി ഓഫ് എൻ. ഈ ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ? അഗെയിൻ ഇറ്റ് ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ. സോ ദ ടോട്ടൽ ഫംഗ്ഷൻ ബിക്കംസ് ടൈം ഇൻവേരിയൻറ്റ്. ടോട്ടൽ ഫംഗ്ഷൻ ബിക്കംസ് ടൈം വേരിയൻറ്റ്. അതുപോലെ തന്നെ നോൺ ലീനിയറുമായി. കാരണം എന്താണ്? എക്സ് ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഈസ് അഗെയിൻ എന്താണ്? ഫംഗ്ഷൻ ഓഫ് എൻ. സോ ഇറ്റ് ഈസ് എ എന്താണ്? സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പറയാം? ഇറ്റ് ഈസ് എ ലീനിയർ സിസ്റ്റം എന്ന് പറയാം അല്ലേ? സോ ഇറ്റ് ഈസ് എഗെയിൻ എ ലീനിയർ സിസ്റ്റം. അതോടൊപ്പം തന്നെ എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? കോസൽ സിസ്റ്റം. ഇതിനകത്ത് നോൺ കോസാലിറ്റി വരുന്നില്ല. കാരണം പ്രസന്റ് ടൈമിൽ ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മെമ്മറിലെസ്. നെക്സ്റ്റ്, ചെക്ക് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് എ നോൺ കോസൽ ആൻഡ് ഇറ്റ് ഈസ് എ ബിബോ സ്റ്റേബിൾ. നോൺ കോസൽ എന്ന് പറയാൻ കാര്യം ശ്രദ്ധിക്കുക, ഹെച്ച് ഓഫ് ഏത് വാല്യൂ എടുത്താലും ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി എ പോസിറ്റീവ് വാല്യൂ. എന്താണ്? ഹെച്ച് ഓഫ് ഏത് വാല്യൂ എടുത്താലും ഔട്ട്പുട്ട് ഈസ് ഗോയിങ് ടു ബി എ പോസിറ്റീവ് വാല്യൂ. സ്റ്റേബിൾ ആണെന്ന് പറയാൻ n ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാലും എന്താണ്? ദിസ് വാല്യൂ വിൽ എന്താണ്? ഹാവ് എ ബൗണ്ടഡ് ഇൻപുട്ട്. അതായത് സ്റ്റേബിൾ എന്ന് പറയാൻ കാരണം എന്താണ്? എന്നിൻ്റെ ഏത് വാല്യൂ എടുത്താലും ദിസ് ഹെച്ച് ഓഫ് n is having a finite value. n ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ തന്നെ it is approaching 0 only. So it is stable. So correct answer is option A. Question number 79. Necessary and sufficient condition for BIBO stability of a discrete LTI system. നമുക്കറിയാം ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ റീജിയൻ ഓഫ് കൺവേർജൻസ് ഫോർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ROC ഷുഡ് ബി ഔട്ട്സൈഡ് സം സർക്കിൾ. അതാണ് ഫോർ സ്റ്റെബിലിറ്റി.
സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താണ് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ യൂണിറ്റ് സർക്കിൾ. സോ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എവരി റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മസ്റ്റ് ബി ലെസർ ദാൻ 1. റൂട്ട്സ് എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സർക്കിളിൻ്റെ അകത്ത് വന്നാൽ മാത്രമേ ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. ROC ഷുഡ് ഇൻക്ലൂഡ് ദ യൂണിറ്റ് സർക്കിൾ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് outside of a circle which is lesser than unity radius. അതാണ് ROC. So the poles should be എന്താണ് within the circle of unit radius. So നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ is option B. Next question. A system is linear if it is standard statement ആണ് അല്ലേ, additive ആയിരിക്കണം, at the same time it should be homogeneous in nature. നെക്സ്റ്റ് ഈസ് aliasing occurs when. നമുക്കറിയാം എപ്പോഴാണ് നമ്മുടെ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ ബ്രേക്ക് ഡൗൺ ആവുന്നത്, ആ ടൈമിൽ there occurs aliasing. സോ aliasing എപ്പോഴാണ് സംഭവിക്കുന്നത്? when the frequency is, അതായത് when the sampling frequency is lesser than the maximum frequency component. So answer is option D. എന്താണ്? fs is lesser than 2x. നെക്സ്റ്റ്, a signal x of t is equal to തന്നിട്ടുണ്ട് അല്ലേ, it is a combination of two signal. It is ideally sampled. Ideally sampled means എന്താണ്? sampling frequency is equal to twice the maximum frequency component. അങ്ങനെയാണെങ്കിൽ what is the maximum allowable time interval between the samples? ഒന്നുമില്ല, 1 by sampling frequency ചെയ്തു കഴിഞ്ഞാൽ you can get the time interval between the samples അല്ലേ. സോ മാക്സിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്താണ്? മാക്സിമം ഫ്രീക്വൻസിയുടെ ഡബിൾ 3πt അല്ലേ. നമ്മൾക്ക് അറിയാം സ്റ്റാൻഡേർഡ് ഈ കോഴ്സിൻ്റെ അകത്ത് 2πf വരണം അല്ലേ. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 10π ഈസ് ഈക്വൽ ടു 2πf എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 5. മാക്സിമം ഫ്രീക്വൻസി ഈസ് 5. സോ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് ട്വൈസ് ദ മാക്സിമം ഫ്രീക്വൻസി, കാരണം ഐഡിയൽ സാമ്പിളിംഗ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 10. സോ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? t ഈസ് ഈക്വൽ ടു 1/10 ഈസ് ഈക്വൽ ടു 0.1 സെക്കൻഡ്. എന്താണ്? ആൻസർ ഈസ് 0.1 സെക്കൻഡ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ആൻറ്റി അലിയാസിംഗ് ഫിൽറ്റർ ഇസ് എ എന്താണ്? ലോ പാസ് ഫിൽറ്റർ. കാരണം ഹയർ ഫ്രീക്വൻസി കമ്പോണൻസിനെയൊക്കെ എന്താണ്? ഡൈ ഔട്ട് ചെയ്തിട്ട് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് മാത്രം നമുക്ക് മതി. ആൻസർ ഈസ് ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ? പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദോസ് ട്രാൻസ്ഡ്യൂസേഴ്സ് വിച്ച് ഡോസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ സോഴ്സ് ഫോർ ദെയർ ഓപ്പറേഷൻ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ് ദോസ് ട്രാൻസ്ഡ്യൂസേഴ്സ് വിച്ച് ഡോസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ സോഴ്സ് ഫോർ ദെയർ ഓപ്പറേഷൻ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്, അതേപോലെ തന്നെ PV സെൽസ്, പിന്നെ തെർമോകപ്പിൾ. ഓപ്ഷൻ BCD എല്ലാം ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. സോ ഇത് ഈ ബിയും സിയും ഡിയും വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സിന്റെ ആവശ്യമില്ല. വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിനൊരു സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ, ഇഫ് ഇറ്റ് ഹാസ് ടു വർക്ക്, നമുക്ക് ഒരു എക്സ്റ്റേണൽ എന്താണ്? വോൾട്ടേജ് സപ്ലൈ ചെയ്യാം. ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ഇസ് LVDT. LVDT എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സെക്കൻഡറി വൈൻഡിങ് സീരീസ് ഓപ്പോസിഷനിൽ കണക്റ്റഡ് ആണ്, സച്ച് ദാറ്റ് വെൻ ദ കോർ ഇസ് ഇൻ ദ എക്സാക്ട് മിഡ് പൊസിഷൻ അല്ലേ. സോ ഹിയർ വി ഹാവ് പ്രൈമറി വൈൻഡിങ്, കോർ എക്സാക്ട്ലി സെൻറ്ററിലാവുമ്പോൾ എന്താണ്? സെക്കൻഡറി വൈൻഡിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ് ഓപ്പോസിഷനിലാണ് കണക്ട് ചെയ്തേക്കണം. സോ ഇങ്ങനെ ഒരു കണക്ഷൻ വരികയാണെങ്കിൽ ദിസ് വിൽ ബി കണക്റ്റഡ് ഹിയർ ആൻഡ് ദിസ് വിൽ ബി ടേക്കൺ ഔട്ട്. അതായത് വെൻ ദ കോർ ഇസ് എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ, നമുക്ക് രണ്ട് വോൾട്ടേജും ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. V1 V2 എടുത്താൽ V1 V2 വിൽ ബി എക്സാക്ട്ലി ഔട്ട് ഓഫ് ഫേസ്, സോ ദാറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താണ്? V1 - V2 ഈക്വൽ ടു 0. സോ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് സീരീസ് ഓപ്പോസിങ്. അതോടൊപ്പം തന്നെ LVDT നമുക്കറിയാം ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. LVDT പ്രൈമറി ട്രാൻസ്ഡ്യൂസറുമാണ്, അറ്റ് ദ സെയിം ടൈം സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറുമാണ്. ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യാൻ പ്രൈമറി ട്രാൻസ്ഡ്യൂസറും എന്താണ്? പ്രഷർ മെഷർ ചെയ്യാൻ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറാണ്. ഹൈ സെൻസിറ്റിവിറ്റിയാണ്, 40 volt/mm എന്ന് പറയുന്ന ഹൈ സെൻസിറ്റിവിറ്റി. അതോടൊപ്പം തന്നെ ഹൈ ഡിസ്പ്ലേസ്മെന്റും ലോ പ്രഷറും മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിലേറ്റിംഗ് ടു LVDT. സോ നമ്മൾ ക്ലാസ്സിലെ മെൻഷൻ ചെയ്തിട്ടുണ്ട് LVDTയെ പറ്റി നമ്മൾ ഒരുപാടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ബേസിക് തിയറി മാത്രം പഠിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജും പറഞ്ഞായിരുന്നു. എന്താണ്? അതിൻ്റെ വെയിറ്റ് കാരണം ഇറ്റ് ഈസ് ഹാവിങ് എ എന്താണ്? റെസിസ്റ്റിവിറ്റി ടു ഓപ്പോസിറ്റ് ഡൈനാമിക്സ്, അതായത് പെട്ടെന്ന് ഒരു മൂവ്മെന്റിന് അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് LVDTക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ പുറത്തെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ അതിനെ എഫക്ട് ചെയ്യാം. ശരി, നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി സെൽ?
ആൻസർ ഈസ് ഓപ്ഷൻ എ. സിങ്ക് കാർബൺ ഡ്രൈ സെൽ ഇസ് എ പ്രൈമറി സെൽ. ബാക്കി എല്ലാം എന്താണ്? സെക്കൻഡറി സെൽ. ഇൻ സീരീസ് ഗ്രൂപ്പിംഗ് ഓഫ് ബാറ്ററീസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ് കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടും, പക്ഷേ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് വോൾട്ടേജ് തെറ്റാണ്. ഇൻക്രീസിങ് കറണ്ട്, ഡിക്രീസിങ് കറണ്ട് എല്ലാം തെറ്റാണ്. ദ കറണ്ട് ഷുഡ് ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ ബി. ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ്, ഇതൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? എർത്തിങ്ങിനകത്ത് ചോദിക്കാൻ പറ്റിയതിൽ തന്നെ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. മോയ്സ്ചർ ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു? എന്തായിരിക്കും? റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ്. അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. ദ പർപ്പസ് ഓഫ് എർത്തിങ് ഇസ് ടു പ്രൊവൈഡ്, എന്താണ്? ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ടു ദ എർത്ത്. ഇതൊക്കെ വളരെ ഈസിയാണ്. എർത്തിങ്ങിനെ പറ്റി ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ അല്ലേ? വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം? ക്ലീറ്റ് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി വയറിംഗ് സിസ്റ്റം ആണ്. സോ ഓപ്ഷൻ സി ഈസ് റോങ്. മോയ്സ്ചർ പ്രൂഫ് ഒന്നും അല്ല, അത് എന്താണ്? ഓൾമോസ്റ്റ് ഓപ്പൺ ടൈപ്പ് ഓഫ് വയറിംഗ് പോലെയാണ് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം. ഡ്യൂറബിളും അല്ല. ആ കൂടിയുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബൈ ഇൻസ്പെക്ഷൻ നമുക്ക് ഫോൾട്ടിന്റെ എന്താണ് ലൊക്കേഷൻ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ഇസ് വിച്ച് വയറിംഗ് മെത്തേഡ് പ്രൊവൈഡ്സ് ദ ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ? ക്ലീറ്റ് വയറിംഗ് ഓൾമോസ്റ്റ് ഓപ്പൺ ആണ്. വുഡൻ കേസിംഗ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസും ക്യാപ്പും എല്ലാം വുഡൻ ആയിരിക്കും. ഇതിനേക്കാളും ബെറ്റർ ആണ് TRS, ടഫ്ഡ് റബ്ബർ ഷീത്ത് ടൈപ്പ് ഓഫ് വയറിംഗ്. അതിനേക്കാളും ബെറ്റർ ആണ് മെറ്റൽ അല്ലേ? നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ കാണാം മെറ്റൽ. മെറ്റൽ മീൻസ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. മെറ്റൽ കോൺഡുയിറ്റ് ടൈപ്പ് ഓഫ് വയറിംഗ്. സോ വയറിംഗ് എന്ന് പറയുന്ന ഒരു കോൺഡുയിറ്റിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി. നെക്സ്റ്റ് ഇസ് കണ്ടേല ഇസ് ദ യൂണിറ്റ് ഓഫ്. കണ്ടേല എന്തിന്റെ യൂണിറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഇസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി. ബാക്കി ഇന്റൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമില്ല. കണ്ടേല ഇസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി ഓഫ് ദ സോഴ്സ്. ലൂമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ലൂമിനൻസ്, ഇലൂമിനൻസ് എന്ന് പറയുന്നത് നമുക്ക് ലക്സ്, ഫ്ലൂറസെൻസ് നമുക്ക് ഫ്ലൂറസെൻസും ഇല്ല. സോ ആൻസർ ഈസ് ലൂമിനസ് ഇന്റൻസിറ്റി ഓഫ് എ സോഴ്സ്. വിച്ച് ലാമ്പ് ഷോസ് സ്ട്രോബോസ്കോപ്പിക് എഫക്ട്? സോ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ, ഫ്ലൂറസെന്റ് ലാമ്പ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീട്ടിൽ ഒരു ഫേസിൽ ഒരു ട്യൂബ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് മാറണമെങ്കിൽ നമുക്ക് മറ്റേ രണ്ട് ഫേസിൽ അല്ലെങ്കിൽ വേറൊരു ഫേസിൽ വേറൊരു ട്യൂബ് കണക്ട് ചെയ്ത് അവിടെ തന്നെ വെച്ചാൽ മതി. സോ വേറൊരു ഫേസിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്യണം. സെയിം ഫേസിൽ കണക്ട് ചെയ്യരുത്, വേറൊരു ഫേസിൽ കണക്ട് ചെയ്യാം. അതാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യാനുള്ള വഴി. ഫ്ലൂറസൻ ട്യൂബ് നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഫാൻ സ്ലോയിൽ കറങ്ങുന്നതായിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് തോന്നുന്നത്. സോ ദാറ്റ് ഇസ് ദ കോൾഡ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. ലോ ഫ്രീക്വൻസിയിലാണ് യൂഷ്വലി അത് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ഓഫ് എ മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ. ഒരു മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. മൂവിംഗ് കോയിലിന് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ഇൻറ്റു 3 സെന്റിമീറ്റർ. സോ ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റിന്റെ എയർ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. സോ ബി ഈസ് ഗിവൺ, എൻ ഈസ് ഗിവൺ, ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഗിവൺ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇറ്റ് ഈസ് എ മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്റർ, PMMC ടൈപ്പ് ഓഫ് വോൾട്ട്മീറ്റർ. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഗിവൺ ബൈ B ഇൻറ്റു I ഇൻറ്റു A ഇൻറ്റു N. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ തന്നിട്ടുണ്ട്. ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വോൾട്ടേജ് 150, മൂവിംഗ് കോയിൽ വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. സോ കറണ്ട് ഈസ് നത്തിങ് ബട്ട് 150 ഡിവൈഡഡ് ബൈ 13500. സോ 150 ഡിവൈഡഡ് ബൈ 13500 ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി 5.5 ഇൻറ്റു 10 to the power -2 ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്? ഇറ്റ് ഈസ് 4 ഇൻറ്റു 3 ഇൻറ്റു 10 to the power -4 അല്ലേ? 4 ഇൻറ്റു 3 ഇൻറ്റു 10 to the power -4 മീറ്റർ സ്ക്വയർ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു 150. ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻ്റഗ്രേറ്റിംഗ് മീറ്റർ? നമുക്കറിയാം ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ ജസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് മാത്രമാണ്. നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് പോകുമ്പോഴത്തേക്കും ആ മീറ്റർ വിൽ കം ടു 0. അല്ലാണ്ട് വെറുതെ മെമ്മറിയിൽ ആഡ് ചെയ്യുന്ന എനർജി മീറ്ററിനെ പോലത്തെ ഇതില്ല. ഓക്കെ, ഇലക്ട്രോലിറ്റിക് മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ആംബിയർ അവർ മീറ്റർ. ആംബിയർ അവർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് ആൻ ഇൻ്റഗ്രേറ്റിംഗ് പ്രോപ്പർട്ടി. അതായത് എനർജി കൺസംഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ മുമ്പേ ഉള്ള കൺസംഷൻ ഡേറ്റാസ് എല്ലാം അത് ആഡ് ചെയ്താണ് കൊണ്ടുവരുന്നത്.
മോട്ടോർ മീറ്റർ, ക്ലോക്ക് മീറ്റർ, ഇതെല്ലാം എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് മീറ്ററിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ഇസ് കാൽക്കുലേറ്റ് ദ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ കൺവേർട്ടിംഗ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ബേസിക് ആയിട്ട് മീറ്ററിൽ പഠിക്കുന്ന കൺവേർഷൻ ടെക്നിക്കാണ്. കാൽക്കുലേറ്റ് ദ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ കൺവേർട്ടിംഗ് 2 milliampere meter വിത്ത് ആൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 60 ohm ഇൻറ്റു ഈ ഒരു കേസ്. ശ്രദ്ധിക്കുക, 2 milliampere 100 milliampere ആക്കി മാറ്റണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100 divided by 2 which is equal to 50. സോ നമുക്കറിയാം ഷണ്ട് റെസിസ്റ്റൻസ് ഷുഡ് ബി കളക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ മീറ്റർ ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ -1. 60 divided by 50 -1. So answer is a value slightly greater than 1. ഒറ്റ ആൻസറേ ഉള്ളൂ. ആൻസർ ഇസ് ഓപ്ഷൻ ബി 1.22. ഓക്കെ, ഓപ്ഷൻ ബി ആൻസർ ഇസ് 1.22. നെക്സ്റ്റ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ഫോർ. എന്താണെന്ന് ചോദിച്ചാൽ വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്സിനാണ് നമ്മൾ ബേസിക്കലി ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ്, സെൻസിറ്റിവിറ്റി ഓഫ് എൻ ഓസിലോസ്കോപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ. നമുക്കറിയാം സെൻസിറ്റിവിറ്റി ഡിഫ്ലക്ഷൻ y is equal to capital L small l deflecting voltage divided by 2d into accelerating voltage. 2d into accelerating voltage. ഇതിനകത്ത് ഈ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ് അല്ലേ, അതായത് സ്ക്രീൻ ഉണ്ടെങ്കിൽ വെർട്ടിക്കലി എത്ര ഡിഫ്ലക്ട് ചെയ്യുന്നു എന്നാണ് ഈ y ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതാണ് ഡിഫ്ലക്ഷൻ. സോ ആക്ച്വലി ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ നമ്മുടെ കൊടുക്കുന്ന വോൾട്ടേജിന്റെ ഗെയിൻ ആണ്. നമ്മളൊരു വോൾട്ടേജിന് വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ കൊടുക്കുന്നതിന് മുന്നേ ഞാനൊരു ഗെയിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം സ്ട്രെങ്ത് നമുക്ക് വെർട്ടിക്കലി ഡിഫ്ലക്ട് ചെയ്യാൻ സിഗ്നലിന് കിട്ടും. സോ അതുകൊണ്ട് തന്നെ സെൻസിറ്റിവിറ്റി ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ ഇൻ ദ y ആക്സിസ് പെർ യൂണിറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നതാണ് സെൻസിറ്റിവിറ്റി. ആ സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ് മില്ലിമീറ്റർ പെർ വോൾട്ട് ആണ്. സോ ഗെയിൻ ഓഫ് ദ വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ കൊടുക്കുന്ന സിഗ്നലിന് കൊടുക്കുന്ന ഗെയിൻ അതാണ് ആക്ച്വലി എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടാക്കും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ആൻസർ ഇസ് നത്തിങ് ബട്ട് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 99. പവർ ലോസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ് വൈൽ ടെസ്റ്റിംഗ് എനർജി മീറ്റർ ബൈ. പവർ ലോസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന്. എന്താണ് നമുക്കറിയാം, ഫാൻറ്റം ലോഡിംഗ് അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് ലോഡിംഗ്. ഡയറക്റ്റ് ലാമ്പ്, ഡയറക്റ്റ് റെസിസ്റ്റൻസ്, ഡയറക്റ്റ് RL ലോഡിംഗ്, ഇതെല്ലാം നമ്മൾ റേറ്റഡ് കണ്ടീഷനിൽ ബേസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് റേറ്റഡ് പവർ ലോസ് അവിടെ ടെസ്റ്റ് ചെയ്യാൻ സമയത്ത് ചുമ്മാ പവർ ലോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ അത് നമുക്ക് ആവശ്യമുള്ള ഒരു വാല്യൂ അല്ല. സോ അതിനാണ് ഫിക്ടീഷ്യസ് ലോഡിംഗ് അല്ലെങ്കിൽ ഫാൻറ്റം ലോഡിംഗ്. അതിനകത്ത് റെഡ്യൂസ്ഡ് വോൾട്ടേജ് CTയും PTയും യൂസ് ചെയ്ത് റെഡ്യൂസ്ഡ് വോൾട്ടേജ് റെഡ്യൂസ്ഡ് കറണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നു. അങ്ങനെ ലോഡ് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. സോ റെഡ്യൂസ്ഡ് കറണ്ട് മെയിൻലി യൂസ് ചെയ്തിട്ട്. സോ അപ്പോൾ തന്നെ എന്താണ് നമുക്ക് ഉണ്ടാകുന്ന പവർ ലോസസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ്. സോ ആൻസർ ഈസ് എന്താണ് ഫാൻറ്റം ലോഡിംഗ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ആൻ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ആൻ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത് നമുക്കറിയാം, ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ബ്രേക്കിംഗ് മാഗ്നറ്റ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഓവറോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫോർ ദ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ദ എക്സാം കണ്ടക്റ്റഡ് ഓൺ June 30th. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ എബോവ് മോഡറേറ്റും അല്ല ഈസി ടു മോഡറേറ്റ് ആയിരുന്നു എക്സാമിനേഷൻ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് ഈസി പേപ്പർ ആയിരുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.